എൻ്റെ മോൾക്ക് ശരിക്കും എനിക്ക് തോന്നുന്നു എൻ്റെ ഹസ്ബൻഡിൻ്റെ സ്വഭാവമാണെന്ന്. എല്ലാവരും പറയും കേട്ടോ, എന്നെ കല്യാണം കഴിച്ചതിന് ശേഷമാണ് എൻ്റെ ഹസ്ബൻഡിന് ഇച്ചിരി ഭക്തി കുറഞ്ഞതെന്ന്. എനിക്കറിയില്ല അതെന്താണെന്നങ്ങനെ. എല്ലാവരും ഇങ്ങനെ എപ്പോഴും പറയും, കല്യാണത്തിന് മുമ്പ് എല്ലാ ദിവസവും രാവിലെ പോയി അമ്പലത്തിൽ പോയി തൊഴുന്ന ആളായിരുന്നു. കല്യാണം കഴിഞ്ഞതിന് ശേഷം അങ്ങനെ പുള്ളിക്കാരൻ അങ്ങനെ ഞാൻ നിർബന്ധിച്ചാലേ പോത്തോള് എന്നൊരു രീതിയായി. കല്യാണം കഴിഞ്ഞ് നമ്മൾ ഒരു ദിവസം ഒന്ന് ടെമ്പിളിൽ പോയി, പിന്നെ അതിന് ശേഷം നമ്മളങ്ങനെ പോയിട്ടേ ഇല്ല. ഞാൻ കമ്പൽ ചെയ്ത് പോകണതാണ്. അത് ഞാൻ കൂടുതൽ ഗണപതി അമ്പലത്തിലാണ് ഞാൻ പ്രിഫർ ചെയ്യുന്നത്. ഞാൻ അങ്ങനെയാണ് ചൂസ് ചെയ്യാറുള്ളത് കേട്ടോ. അപ്പോൾ ദിയയ്ക്ക് എനിക്ക് തോന്നുന്നു ദിയയ്ക്ക് മിക്സഡാണ്. എൻ്റെ അമ്മയുടെ കയ്യിൽ നിന്നും കുറച്ച് ഭക്തി അധികം കിട്ടിയിട്ടുണ്ട്, എൻ്റെ ഹസ്ബൻഡിൻ്റെ സൈഡിൽ നിന്നും ആ ഭക്തി പൂർണ്ണമായിട്ടും കിട്ടിയിട്ടുണ്ട്. ദിയ ഫുള്ളി വിളക്ക് കത്തിക്കുന്ന കാര്യത്തിലൊക്കെ ഭയങ്കര ഡെക്കറേറ്റീവായിട്ട് ഓരോന്നും ചെയ്യുന്ന ആളാണ്. ദിയ വിളക്ക് കത്തിക്കുന്നത് കാണാൻ തന്നെ നല്ല ഭംഗിയാണ് കേട്ടോ. നമ്മളണക്കിയല്ല, എക്സ്ട്രീമിലി അവൾ ഫുള്ളി അതിനകത്ത് തന്നെ ഫോക്കസ്ഡ് ആയിരിക്കും. അവൾക്ക് അതെല്ലാം ഇഷ്ടമാണ്. ഓരോ കാര്യങ്ങളും ഇങ്ങനെ എടുത്തെടുത്ത് ചെയ്യാൻ നല്ല ഇഷ്ടവും നല്ല ഇതാണ് ദിയയുടെ ആ ഒരു കാര്യം. ഞാൻ എപ്പോഴും പറയും കേട്ടോ, ദിയ അതേസമയം ഭയങ്കര ദേഷ്യക്കാരിയാണ്. ദിയയ്ക്ക് പെട്ടെന്ന് ദേഷ്യം വരും, പക്ഷെ അതേ കണക്ക് തന്നെ കൂളാവുകയും ചെയ്യും. ലവബിളാണ്, ഭയങ്കര കെയറിങ്ങാണ് ആൾ. സൂപ്പറാണ് കേട്ടോ, പറയാൻ നിവർത്തിയില്ല. ഇന്ന് എന്നോട് ഒരിടത്ത് പോയിട്ട് അനിയൻ്റെ വീട്ടിൽ പോയിട്ട് തിരിച്ചു വന്നപ്പോൾ എന്നോട് ചോദിക്കുക, അമ്മ ഈ ആദ്യ എന്നുള്ള പേര് അമ്മ എവിടെ കണ്ടിട്ടാണ് ഇട്ടേന്ന് കേട്ടോ. ഞാനപ്പോൾ പറഞ്ഞ ദിയ, എനിക്ക് അന്ന് ആദ്യ എന്നുള്ള പേര് അങ്ങനെ എങ്ങും കണ്ടിട്ടിട്ടേന്നുമല്ല. ദിയ എന്ന് പെൺകുട്ടിയാണെങ്കിൽ ദിയ എന്ന് പേരിടണമെന്ന് നിങ്ങളുടെ അച്ഛൻ പറഞ്ഞു. ആൺകുട്ടിയാണെങ്കിൽ എനിക്ക് ഇഷ്ടമുള്ള പേരിട്ടോളാം. കാര്യമെന്ന് വെച്ചാൽ നമുക്ക് പെൺകുട്ടികളോട് കുറച്ചധികം ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പം ഞാൻ നോക്കിയപ്പോൾ ദിയ ആയിഷ, അപ്പോൾ ഒരു മാച്ച് ഇല്ലാത്ത കാരണം ഞാൻ പറഞ്ഞു ഒരു ആയും കൂടി ചേർത്ത് ആദ്യ എന്നാക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ നിനക്ക് ആദ്യ എന്ന് പേര് വന്നതെന്ന് പറഞ്ഞു. പക്ഷേ അതിൻ്റെ മീനിങ് ഒന്നും എനിക്ക് സത്യം പറഞ്ഞാൽ ആ ഒരു ടൈമിൽ അറിയത്തില്ലായിരുന്നു. ഞാൻ എൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരം ദിയയ്ക്ക് അങ്ങനെ ആദ്യ എന്നു പേരിട്ടേ, ആദ്യ മഹേഷ്, അങ്ങനെ ആ ഒരു പേരിട്ടേന്ന് പറഞ്ഞു. അങ്ങനെ ദിയയ്ക്ക് കേട്ടപ്പോൾ ദിയ ഒന്ന് ചിരിച്ചു. അതിനുശേഷം ഞങ്ങളിങ്ങോട്ട് യാത്ര തുടർന്നു. വന്ന് ദിയയാണ് വിളക്ക് കത്തിച്ചത്. എല്ലാം ഫുള്ളി പുള്ളിക്കാരത്തി തന്നെയാണ് സെറ്റ് ചെയ്തത് കേട്ടോ. അവൾക്കിതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ഈ ഒരു മൺചിരാത് മേടിച്ച് വെച്ചിട്ട് കുറച്ചായി. അപ്പോൾ എന്നോട് ചോദിച്ചാൽ അതും കൂടെ എടുത്ത് വിളക്ക് കത്തിച്ചോട്ടെ എന്ന് വെച്ചു. ഞാൻ പറഞ്ഞു ശരി വിളക്ക് കത്തിച്ചോളാൻ പറഞ്ഞു. എന്നിട്ട് ദിയ നേരെ അമ്പലത്തിൽ പോയിട്ട് ഈ ഒരു വീഡിയോ പിടിക്കാൻ എന്നോട് ആവശ്യപ്പെട്ട ആളാണ്. ഈ ഒരു പീക്കോക്കിൻ്റെ ഈ ഒരു തിരി ഹോൾഡർ ഞാൻ ആമസോണിൽ നിന്ന് മേടിച്ചാണ്. വീട് വെക്കുന്നതിന് മുമ്പ് തന്നെ എൻ്റെ പൂജാ റൂം ഇങ്ങനെയൊക്കെ ആയിരിക്കണമെന്ന് എനിക്കൊരു സങ്കല്പം ഉണ്ടായിരുന്നു. പക്ഷേ അത്രയ്ക്കൊന്നും എത്തിയില്ലെങ്കിലും ഓണത്തിന് വന്ന ഈ ചേട്ടന്മാർ ഇത്രയും സെറ്റപ്പ് എനിക്ക് ചെയ്തു തന്നു കേട്ടോ, ഞാൻ വീഡിയോ ഇട്ടതിൻ്റെ പേരിൽ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടതായിരുന്നു. കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി.